ഈ രണ്ട് കൊലപാതകങ്ങളിൽ നിന്നും മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഉണർവ് കിട്ടിയ മല്ലികയ്ക്ക് താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല, തനിക്ക് ഇനിയും കൊലപാതകം ചെയ്യാം എന്നൊരു മോട്ടിവേഷൻ എത്തുകയും പിന്നെയും കൊലപാതകങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ തേടുകയുമാണ് ചെയ്തത്. അങ്ങനെ ഇത്തരത്തിൽ 2 കൊലപാതകങ്ങൾ കഴിഞ്ഞപ്പോഴും അതിൽ നിന്ന് ധൈര്യം കിട്ടിയ മല്ലിക പിന്നെയും ഒരു 5 കൊലപാതകങ്ങൾ കൂടി ചെയ്യുകയാണ്. എല്ലാ സൈക്കോ കുറ്റവാളികൾക്കും തോന്നുന്നത് പോലെ രണ്ടാമത്തെ കൊലപാതകം കഴിഞ്ഞപ്പോഴത്തേക്കും അത്യധികം ധൈര്യശാലിയും അതിൽ നിന്നൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയ പോലെ മല്ലിക അടുത്ത കൊലപാതകത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ തുടരെ മല്ലിക 4 കൊലപാതകങ്ങൾ കൂടി ചെയ്യുകയാണ്. അതിൽ ഇരയാക്കപ്പെട്ട സ്ത്രീകളാണ് ഒന്ന് യശോദ എന്ന് പറയുന്ന ഒരു 62 വയസ്സുള്ള സ്ത്രീ, അടുത്തത് മുനിയമ്മ എന്ന് പറയുന്ന സ്ത്രീ, പിന്നീട് പില്ലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഏറ്റവും അവസാനം നാഗവേണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമാണ് ഇവരുടെ സൈനൈഡ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത്രയും കൊലപാതക പരമ്പരകൾ, അതും സ്ത്രീകൾ കൊല്ലപ്പെടുന്നത് ബാംഗ്ലൂർ പതിവായപ്പോഴത്തേക്ക് അവിടുത്തെ ഗവൺമെന്റും അതേപോലെ തന്നെ പോലീസുകാരും അത്യധികം ജാഗ്രത ഉൾക്കൊള്ളാൻ തുടങ്ങി. ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കൊലപാതകം കഴിഞ്ഞതോടുകൂടി അവിടുത്തെ പോലീസുകാർക്കും ഗവൺമെന്റിന് ഒരു കാര്യം മനസ്സിലായിരുന്നു. കാര്യം ഇത് ഒരു സാധാരണമായ മരണമൊന്നുമല്ല നടക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ ഒരു ആത്മഹത്യയല്ലേ നടക്കുന്നത്. ഇതിനു പിന്നിൽ ഗൂഢമായ ഒരു രഹസ്യം മറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റിനും പോലീസുകാർക്കും മനസ്സിലായി. ഈ കൊല്ലപ്പെട്ട സ്ത്രീകളിലെല്ലാം കൂടെ ഒരു ഏകദേശ ബാക്ക്ഗ്രൗണ്ടും ചരിത്രവും എല്ലാം എടുത്തപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായത് ഇവർക്ക് പൊതുവായി കുറച്ച് കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവരെല്ലാം അത്യധികം സമ്പന്നമായ കുടുംബങ്ങളിൽ ജനിച്ചവരാണെന്ന് പോലീസുകാർ കണ്ടെത്തി. അതുപോലെ തന്നെ ഇവർ മരണമടഞ്ഞ സമയത്ത് ഇവരുടെ പക്കൽ നിന്ന് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നും അതുപോലെ തന്നെ മരിച്ച സ്ത്രീകളെല്ലാം വീട്ടിൽ നിന്നും ഒരു ക്ഷേത്ര ദർശനത്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണെന്ന് പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിനകത്തെല്ലാം ഇവർക്ക് സൈനൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം സൈനൈഡ് എന്ന മാരകമായ വിഷവുമായി കണക്ട് ചെയ്യുന്ന ഒരുപാട് ഹിന്റ് പോയിന്റ്സുകളും എല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് അവർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സ്വർണവും അതുപോലെ തന്നെ വില കൂടിയ ആഭരണങ്ങളും പണവും എല്ലാം നഷ്ടപ്പെട്ടതെന്നും പോലീസുകാർക്ക് ഇവരുടെ എൻക്വസ്റ്റിലൂടെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു.